ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ഓപ്ഷൻ്റെ പേപ്പറിലും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിലെ സൈക്കോളജിയുടെ പേപ്പറിലൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ആദ്യകാലം തൊട്ടിട്ട് തന്നെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്തിരുന്നത് ലേണിങ്ങിനായിരുന്നു. ടീച്ചിങ്ങിനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ടീച്ചിങ്ങിലൊരു ഫോക്കസ് വരുമ്പോഴാണല്ലോ ലേണിങ്ങും കൂടുതൽ എഫക്റ്റീവ് ആവുള്ളൂ. നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് പഠനം നടക്കുന്നതിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. തീരെ നന്നായിട്ട് ക്ലാസ് എടുക്കാത്തൊരു ടീച്ചറുടെ ക്ലാസ്സിൽ വേറൊരു സപ്പോർട്ട്, ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എപ്പോഴും ട്യൂഷൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്കൂളിലെ ക്ലാസ് അത്ര നന്നല്ല, എഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്ന ടീച്ചേഴ്സിൻ്റെനാണ് നമ്മൾ ട്യൂഷന് വരെ പോവുക. അപ്പോൾ ടീച്ചിങ് നന്നായിട്ട് എഫക്റ്റീവ് ആയാലാണ് നമ്മുടെ ലേണിങ്ങും എഫക്റ്റീവ് ആവുള്ളൂ, നമുക്കൊരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പ്രൈമറി ഫോക്കസ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ലേണിങ്ങിലായിരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ഫർദർ സ്റ്റഡീസും ഇതൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എന്തുണ്ടായി, ലേണിങ്ങിന് മാത്രം പോരാ, ടീച്ചിങ്ങിന് എംഫസൈസ് കൊടുക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ, ലേണിംഗ് തിയറീസ് മാത്രമേ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഉണ്ടായിരുന്നു. ഈ ലേണിംഗ് തിയറീസ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യണം, ലേണിങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ടീച്ചിങ്ങിനൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പറയണില്ല ലേണിംഗ് തിയറീസ്. അപ്പോൾ ഈ എഡ്യൂക്കേഷനിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൂടുതലായിട്ട് സ്റ്റഡീസ് നടത്തിയും റിസർച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ട് ഈ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ലേണിംഗ് തിയറീസ് ഒക്കെ ഉള്ള പോലെ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തിയറീസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. പക്ഷേ അങ്ങനെ തിയറീസ് കൊണ്ടുവരാനാണ് ശ്രമം ഉണ്ടായതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഇവഞ്ച്വലി ഉണ്ടായത് ഈ ടീച്ചിങ് മോഡൽസ് ആണ്. ഒരു തിയറി എന്നുള്ള മാതിരിയല്ല, ഒരു ടീച്ചിങ് മോഡൽസ് ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത് ഈ എഡ്യൂക്കേഷനിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും. ഇങ്ങനെ ഒരു ടീച്ചിങ് മോഡൽ ഉണ്ടായപ്പോൾ നമ്മുടെ പാസീവായിട്ടുള്ള ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിലേക്ക് നമ്മുടെ ലേണിംഗ് മാറാനായിട്ട് മാറിത്തുടങ്ങി. അതേമാതിരി നമ്മുടെ ഈ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഓരോ ലേണിംഗ് തിയറി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഈ ലേണിംഗ് തിയറി പോലെ നമ്മൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചിങ് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഓരോ ടീച്ചിങ് മോഡലും ഓരോ ലേണിംഗ് തിയറി ചിലപ്പോൾ ഒന്നിലധികമായിട്ടുള്ള ലേണിംഗ് തിയറികളെ ബേസ് ചെയ്തിട്ട്, അങ്ങനെയുള്ള ലേണിംഗ് തിയറികളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഓരോ ടീച്ചിങ് മോഡലുകളും എക്സിസ്റ്റ് ചെയ്യണം, നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ടീച്ചിങ് മോഡൽ എന്താണെന്നുള്ളത് പറയാം. A model for teaching is a pattern or plan which can be taken up with a view to shape a curriculum or course, select appropriate instructional material and to guide the teacher's action. ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു കരിക്കുലം അല്ലെങ്കിൽ കോഴ്സിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ ഒരു ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടീച്ചറുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ക്ലാസ് എടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചറുടെ ആക്ഷനെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ മോഡൽ മാതൃക എന്നൊക്കെ പറയണ അതന്നെ, നമ്മളൊരു മോഡൽ നോക്കിയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യില്ലേ, അതേപോലെ എക്സാക്ട്ലി റിപ്ലിക്കേറ്റ് ചെയ്യല്ല, ഈ മോഡലിൻ്റെ സഹായത്തിൽ നമുക്കൊരു ഫ്രെയിം വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ടീച്ചിങ് മോഡലും പറയണത്. നമ്മുടെ കരിക്കുലം ഉണ്ടാക്കാനും അതേപോലെ സിലബസ്, ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, ടീച്ചർ ക്ലാസ് എടുക്കേണ്ട വിധം പറഞ്ഞു തരാൻ, നമ്മുടെ അങ്ങനത്തെ മെറ്റീരിയലുകൾ, റിസോഴ്സസ് ഏതൊക്കെ സെലക്ട് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു ഹെൽപ്പ്, ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് നമ്മുടെ ഈ ടീച്ചിങ് മോഡൽ സഹായിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ബ്രൂസ് ജോയ്സും മാർഷ വേലും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കൾ ടീച്ചിങ് മോഡൽസിൽ. അവരെന്താ ഈ ടീച്ചിങ് മോഡലിനെ പറ്റി പറയണമെന്ന് നോക്കാം. Teaching models are just instructional designs. They describe the process of specifying and producing particular environmental situations which cause the student to interact in such that specific change occurs in his behavior. ഇപ്പോൾ ബ്രൂസ് ജോയ്സും മാർഷ വേലും പറഞ്ഞത് ടീച്ചിങ് മോഡൽസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സഹായിക്കുന്ന ഡിസൈൻസ് ആണ്. അവരെന്താ ചെയ്യുക, ഒരു സ്പെസിഫൈങ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് തരും. ആ സിറ്റുവേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ
കുട്ടിയുടെ ബിഹേവിയറിൽ, ലേണറുടെ ബിഹേവിയറിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലേണിംഗ് തിയറി ഒക്കെ പറയണ മാതിരി തന്നെ ലേണറുടെ ലേണിംഗ് അല്ലെങ്കിൽ ലേണറുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അതിന് എന്താണ് ചെയ്യുന്നത്? ടീച്ചറാണ് അതിൻ്റെ വർക്ക് മൊത്തം ചെയ്യുന്നത്. ടീച്ചർ അതിന് പറ്റിയ ഒരു ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫൈങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കുന്നു. ആ സിറ്റുവേഷനിൽ കുട്ടി ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് ബിഹേവിയർ ചേഞ്ച് വരുന്നത് എന്നാണ് ബ്രൂസ് ജോയ്സും മാർഷ വെയിലും അവരുടെ അക്കോർഡിംഗ്ലി ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് മേ ഹെൽപ്പ് എ ടീച്ചർ ടു ഡെവലപ്പ് ഹിസ് കപ്പാസിറ്റി ടു ടീച്ച് ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റ് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ദെയർ ലേണിംഗ്. ഒരു ടീച്ചർക്ക് വളരെ കൂടുതൽ കുട്ടികളെ, ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രനെ കൈകാര്യം ചെയ്യുന്നതിലും പഠിപ്പിക്കുന്നതിലൊക്കെ അതിനുള്ളൊരു കപ്പാസിറ്റിയും എബിലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതേമാതിരി തന്നെ ഇത്തരം കുറേ ഒരു മാസമായിട്ട് കുട്ടികളെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നല്ലൊരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇത്തരം ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നതെങ്കിൽ ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ സംഗതി ക്ലിയർ ആണെങ്കിൽ എത്ര പിള്ളേർ ഫ്രണ്ടിലിരുന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ കണ്ടൻറ്റ് അതേമാതിരി നമ്മളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മൾ എയ്ഡ്സ് കൊണ്ടുപോയിട്ട് ചാർട്ട് അങ്ങനെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ലെസൺ പ്ലാൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റെപ്പ് അതെന്താണ് നമ്മൾ എടുക്കുന്നത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഒരു 10 പേർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചിട്ടുള്ള എയ്ഡ്സേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യിക്കാൻ. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഈ ടീച്ചിങ് മോഡലൊക്കെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ 10ൽ നിന്ന് ഒരു 20 കുട്ടികൾ വന്നാൽ പോലും നമ്മൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അങ്ങനെ എബിലിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ ടീച്ചിങ് മോഡൽസ് സഹായിക്കും എന്നാണ് പറയുന്നത്. It may help curriculum makers to plan learning-centered curriculum which provides a variety of educational experiences to children. അതേപോലെ നമ്മൾ പറഞ്ഞു ഈ ടീച്ചിങ് മോഡൽസിൻ്റെ ഒക്കെ ഒരു എമർജൻസി വന്നപ്പോൾ പാസീവായിട്ടുള്ള ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കരിക്കുലം മേക്കേഴ്സ് എന്ത് ചെയ്യും? ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊരു റിച്ച് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കരിക്കുലൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരം ടീച്ചിങ് മോഡൽസൊക്കെ കൂടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി കരിക്കുലമൊക്കെ നിർമ്മിക്കുമ്പോൾ. അടുത്ത പോയിന്റ്, ഇറ്റ് മേ ഹെൽപ്പ് ടു ക്രിയേറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ലേണിംഗ് സോഴ്സസ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കരിക്കുലം ഉണ്ടാക്കണ മാതിരി തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും ലേണിംഗ് സോഴ്സസും ഒക്കെ കൂടുതൽ ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കും. It may stimulate the development of new and better forms and opportunities for education that will replace the schools of today. ഇത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഫോംസും പുതിയ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന കൺവെൻഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള സ്കൂൾ സിസ്റ്റത്തിൽ നിന്നൊരു ഷിഫ്റ്റ്, വളരെ പുരോഗമനപരമായിട്ടുള്ള പുതിയൊരു സിസ്റ്റത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത്തരം ടീച്ചിങ് മോഡൽസ് സഹായിക്കുന്നതാണ് പറയുന്നത്. അടുത്ത് പറയുന്നതാണ്, ഇറ്റ് മേ ഹെൽപ്പ് ടു മേക്ക് ദ ക്ലാസ് എ ഷെയർഡ് എൻവയോൺമെൻറ്റ്. ക്ലാസ് റൂം ഒരു ഷെയർഡ് എൻവയോൺമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നും ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ടീച്ചർ മാത്രമല്ല ഉള്ളൂ, കുട്ടികളും ഉണ്ട്. അപ്പോൾ ടീച്ചറും കുട്ടികളും തമ്മിൽ കുട്ടികൾ പരസ്പരമൊക്കെ ഒരു ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇൻഫോർമേഷൻ്റെയും നോളജിൻ്റെയൊക്കെ ഒരു ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ടീച്ചർ മാത്രം ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ നടക്കുന്ന ക്ലാസ് റൂമല്ല. ടീച്ചർ മാത്രം കാര്യങ്ങൾ പറയുക, അത് മാത്രം കേൾക്കുക, അത് മാത്രം അനുസരിക്കുക, അതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഷെയർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇത്തരം ടീച്ചിങ് മോഡൽസിൻ്റെയൊക്കെ ബേസിസിൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാം. അടുത്ത പറയുന്നത്, ഇറ്റ് മേ ഹെൽപ്പ് ടു ഫോർമുലേറ്റ് എ കോംപ്രിഹെൻസീവ് തിയറി ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ്, ആകെ ബൃഹത്തായിട്ട് എല്ലാം കൂടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്, ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി ഇതിൻ്റെ കീ കൺസെപ്റ്റ്സ് ആണ് പറയണത്. ടീച്ചിങ് മോഡൽ, ഓരോ ടീച്ചിങ് മോഡൽ നമ്മൾ പറഞ്ഞു ഓരോ ലേണിംഗ് തിയറി, ഒരു ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഒന്നിലധികം ലേണിംഗ് തിയറീനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, ലേണിംഗ് തിയറീസിൻ്റെ സപ്പോർട്ടിലായിരിക്കും ഓരോ ടീച്ചിങ് മോഡലും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ഓരോ ടീച്ചിങ് മോഡലിനും ഓരോ ഗോൾ ഉണ്ടായിരിക്കും, അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ ഗോളും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പറയുകയാണെങ്കിൽ അവിടെ കൺസെപ്റ്റുകൾ അറ്റൈൻ ചെയ്യുക, ഒരു കുട്ടി ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ മോഡലിൻ്റെ ഉദ്ദേശം.
അതേപോലെ ഇൻക്വയറി ട്രെയിനിങ് മോഡലാണെങ്കിൽ ഇൻക്വയറി അല്ലെങ്കിൽ അന്വേഷണാത്മകത എന്നൊക്കെ ഉള്ളൊരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഓരോ ടീച്ചിങ് മോഡലിനും ഓരോ ഉദ്ദേശം ഉണ്ടാവും, ഓരോ ഗോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഗോളും അതേപോലെ ആ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ ലേണിംഗ് തിയറീനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ടീച്ചിങ് മോഡലും വർക്ക് ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും ഓരോ ടീച്ചിങ് മോഡലും ഡിഫറെൻ്റ് ആണെങ്കിലും അതിൽ ചില കമ്പണൻസ് ഉണ്ടായിരിക്കും, കോമൺ ആയിട്ട് ചില കമ്പണൻസ് ഉണ്ടായിരിക്കും. ഈ കമ്പണൻസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ മോഡൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കോമൺ ആയിട്ട് കുറേ കമ്പണൻസ് ഉണ്ട് ഈ ടീച്ചിങ് മോഡൽസിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആ കമ്പണൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്, അതിൻ്റെ സെൻട്രൽ കമ്പണൻ്റ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ടീച്ചിങ് മോഡലിൻ്റെ സെൻട്രൽ കമ്പണൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. എന്തിനാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ള ഒബ്ജക്റ്റീവ്. നമ്മളിപ്പോൾ ലെസൺ പ്ലാനൊക്കെ എഴുതുമ്പോൾ ആദ്യമേ എഴുതില്ലേ ഒബ്ജക്റ്റീവ്, ലേണിംഗ് ഔട്ട്കം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ ലേണിംഗ് ഔട്ട്കം എന്താണെന്നൊക്കെ ഉള്ളത്. അതുപോലെ ഫോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവാണ്, എന്തിനാണ് ഇത് ചെയ്യണമെന്നുള്ളത്. അടുത്ത സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പാണ്, എന്തൊക്കെയാണ് ഈ ടീച്ചിങ് മോഡൽ ആദ്യം ചെയ്യുക പിന്നെ ചെയ്യുക, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പ്രോസസ്സിനെ പറയുന്നതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ സിസ്റ്റമാണ്. സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കുട്ടികളും തമ്മിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യലൈസ് ചെയ്യാന്നൊക്കെ പറയുന്ന മാതിരി തന്നെ സോഷ്യൽ സിസ്റ്റത്തിൽ ഈ റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മോഡലാണെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചറായിരിക്കും സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ലോലി സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ആയിരിക്കും സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരും ടീച്ചറും കുട്ടികളും ഒരേപോലെ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഒരുപോലെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടീച്ചിങ് മോഡലാണോ പ്രിഫർ ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഉണ്ടാവുക. അടുത്തത് സപ്പോർട്ട് സിസ്റ്റമാണ്. സപ്പോർട്ട് സിസ്റ്റം പേരിൽ പറയുന്ന മാതിരി തന്നെ നമ്മൾ ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിനെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഒരു പ്ലാനോ പാറ്റേണോ ആണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, റിസോഴ്സസ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ടീച്ചിങ് എയ്ഡ് കൊണ്ടുപോയാൽ അതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്, ഒരു PPT കാണിച്ചാൽ അതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്, വീഡിയോ അതൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആണോ എയ്ഡ്സ് ആണോ കൊണ്ടുപോകണം അതൊക്കെയാണ് ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ വരിക. അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ റെസ്പോൺസാണ്. കുട്ടികളുടെ ക്ലാസ് റൂമിലുള്ള ആക്ഷൻസും അവരുടെ റെസ്പോൺസിനൊക്കെ ഉള്ള ടീച്ചറുടെ പ്രതികരണമാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇതേമാതിരി ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുകയാണ് ടീച്ചിങ് മോഡലിനെ. അപ്പോൾ ഞാൻ എങ്ങനെ അതിന് പ്രതികരിക്കുന്നു, അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ടോ അതോ അപ്പം തന്നെ നിങ്ങളെ ചീത്ത പറഞ്ഞ് അടക്കിയിരുത്തുകയാണോ, ഡിസ്കറേജ് ചെയ്യണോ എന്നുള്ള അങ്ങനെ ടീച്ചറുടെ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ പറയുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് ആണ്. ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണർ ഒരു സ്പെസിഫിക് ടീച്ചർ കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ കൂടെ ഡയറക്റ്റായിട്ട് അച്ചീവ് ചെയ്യുന്ന എഫക്റ്റുകൾ, ഡയറക്റ്റായിട്ട് കുട്ടിക്ക് കിട്ടുന്ന എഫക്റ്റുകളാണ് ഈ ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡയറക്റ്റ് എഫക്റ്റ് എന്നും പറയും. കുട്ടിക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്. നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ എഫക്ട്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് എഫക്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ക്ലാസ്സിൽ കാണിച്ചു കൊടുത്തു വെച്ചാൽ അതിന്ന് കുട്ടിക്കൊരു കാര്യം മനസ്സിലായി, അത് നമുക്ക് എന്തായി ഡയറക്റ്റ് എഫക്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയാം. പക്ഷെ അതേപോലെ ഒരു സംഗതി വീണ്ടും ആ കുട്ടി റിയൽ ലൈഫിൽ കാണുകയാണ്, ആ എക്സ്പെരിമെൻ്റ് ചെയ്ത പോലത്തെ ഒരു സംഭവം റിയൽ ലൈഫിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യം വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ്. നമ്മൾ നേരെ ഡയറക്റ്റ്ലി അല്ല നമ്മളത് ബാധിക്കുന്നത്, നമ്മൾ എപ്പോഴേലും പഠിച്ചു പോയ കാര്യങ്ങൾ നമുക്ക് ഇൻഡയറക്റ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ നർച്ചറിൻ്റെ എഫക്റ്റിൽ വരിക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടീച്ചിങ് മോഡൽസിൽ പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ്ങിനെ സഹായിക്കുന്ന പ്ലാൻ ഓർ പാറ്റേൺ, ഒരു ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയാം. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഫങ്ഷൻസ്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ടീച്ചിങ് മോഡലിനെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ലേണിംഗ് തിയറി ഉണ്ടാവും. അതേപോലെ ഓരോ ടീച്ചിങ് മോഡലിനും സ്പെസിഫിക് ആയിട്ടൊരു ഗോളും ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നത് അതിൻ്റെ കമ്പണൻസ് ഒക്കെയാണ്. നമ്മൾ കമ്പണൻസ് പഠിച്ചു, ഫോക്കസ്, സിൻടാക്സ്, അങ്ങനെയുള്ള കമ്പണൻസുകൾ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക.
താങ്ക് യു.